ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൂണ്ട് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. എ ക്ലയൻറ്റ് ഈസ് 3 days പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫോളോയിങ് ആൻ ഓപ്പൺ അബ്ഡോമിനൽ സർജറി. While coughing, the client suddenly says, I feel like something has popped open. The nurse observes that loops of intestine are protruding through the abdominal incision. What is the nurse's priority action? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ? ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ്, ആ ഒരു സർജിക്കൽ സൈറ്റിലൂടെ എന്തോ പുറത്തേക്ക് വരുന്നത് പോലെയുള്ളൊരു ഫീൽ. അപ്പം നേഴ്സ് അത് ചെക്ക് ചെയ്യുന്നു. നേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? സർജിക്കൽ ഇൻസിഷനിലൂടെ ഇൻഡസ്റ്റൈനൽ ലൂപ്പ് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തു വരുന്നു. ഇതാണ് കണ്ടീഷൻ. സോ വാട്ട് ഈസ് ദ നഴ്സസ് പ്രയോറിറ്റി ആക്ഷൻ? ഓപ്ഷൻസ്: gently reinsert the protruding organs into the abdominal cavity using the sterile gloves. Option B, cover the exposed organs with sterile gauze moistened with warm normal saline and notify the surgeon immediately. Option C, apply a dry sterile dressing over the exposed organs and reinforce it with an abdominal binder. Option D, place the client in a high Fowler's position and prepare the client for wound closure. സോ ഇതാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് 2 ടെർമിനോളജീസ് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഓക്കെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിൽ നിങ്ങൾ പലരും കണ്ടിട്ടുള്ളൊരു കണ്ടീഷനായിരിക്കും ഇത്, വൂണ്ട് ഡെഹിസൻസ്. എന്താണ് വൂണ്ട് ഡെഹിസൻസ്? ഇവിടെ സംഭവിക്കുന്നത് സർജിക്കലി സ്യൂച്ചർ ചെയ്തിട്ടുള്ള ഒരു വൂണ്ട്, ഒരു സർജിക്കൽ വൂണ്ട്, അത് തുറന്നു വരുന്നു, അത് ഓപ്പൺ ആയിട്ട് വരുന്നു. യു ക്യാൻ സീ ഇൻ ദിസ് ഇമേജ് അല്ലേ? ഇങ്ങനൊരു സർജിക്കൽ വൂണ്ട് തുറന്നു വരുന്നതിന്, പാർഷ്യലിയോ കംപ്ലീറ്റ്ലിയോ ഓപ്പൺ ആയി വരുന്നതിനാണ് വൂണ്ട് ഡെഹിസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, രണ്ടാമത്തെ പിക്ചറിൽ നോക്കൂ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ വൂണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, യു ക്യാൻ സീ ദ ഇൻഡസ്റ്റൈനൽ ലൂപ്പ് ഈസ് പ്രൊട്രൂഡിങ് ത്രൂ ദിസ് ഓപ്പണിംഗ്. അപ്പോൾ ഇവിടെ വൂണ്ട് ഡെഹിസൻസ് മാത്രമല്ല, ആ ഓപ്പണിങ്ങിലൂടെ ഇൻഡസ്റ്റൈനൽ ലൂപ്പ് പുറത്തേക്ക് വരുന്നു, എസ്പെഷ്യലി അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ. അപ്പോൾ ഈ കണ്ടീഷൻ പറയുന്നതാണ് എവിസറേഷൻ. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതും എവിസറേഷൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ എവിസറേഷൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം എവിസറേഷൻ വന്നാൽ ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ലെറ്റ്സ് ചെക്ക് ദാറ്റ്. വൂണ്ട് എവിസറേഷൻ്റെ ഇമ്മീഡിയറ്റ് മാനേജ്മെൻ്റ് ആയിട്ട് വരുന്നത്, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, യു നീഡ് ടു കവർ ദ ഇൻഡസ്റ്റൈൻ വിത്ത് വാം സ്റ്റെറൈൽ സലൈൻ മോയിസ്ചേർഡ് ഗോസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പുറത്തേക്ക് വന്ന ആ ഒരു അബ്ഡോമിനൽ പാർട്ട്, അതായത് ആ ഇൻഡസ്റ്റൈൻ്റെ ലൂപ്പ്, അതിനെ ഉടനെ തന്നെ കവർ ചെയ്യണം. എങ്ങനെ കവർ ചെയ്യണം? വാം സ്റ്റെറൈൽ സലൈൻ മോയിസ്ചേർഡ് ഗോസ്. അതായത് ഡ്രൈ ഗോസ് അല്ല യൂസ് ചെയ്യേണ്ടത്, വെറ്റ് ഗോസ് ആണ്. സ്റ്റെറൈൽ സലൈൻ കൊണ്ട് വെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗോസ് വെച്ചിട്ട് കവർ ചെയ്യുക. അതെന്തിനാണ് അങ്ങനെ കവർ ചെയ്യുന്നത്? ഡ്രൈ ഗോസ് കൊണ്ട് കവർ ചെയ്താലും പോരായിരുന്നോ? അതിനൊരു കാരണമുണ്ട്. ഈ ഇൻഡസ്റ്റൈനൽ ലൂപ്പ്, ഈ ബൗളിൻ്റെ പാർട്ട് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് ഉടനെ തന്നെ ഡ്രൈ ആകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദാറ്റ് വിൽ ലീഡ് ടു ഇഷ്കീമിയ, കണ്ടാമിനേഷൻ, പല പല കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു സ്റ്റെറൈൽ സലൈൻ കൊണ്ട് വെറ്റ് ചെയ്ത ഒരു മോയ്സ്ചറുള്ള ഒരു ഗോസ് കൊണ്ട്, അതിനെ മോയ്സ്റ്റഡ് ഗോസ് കൊണ്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പൊസിഷൻ ഇൻ ലോ ഫൗളേഴ്സ് പൊസിഷൻ വിത്ത് നീസ് ഫ്ലെക്സ്ഡ്. അപ്പോൾ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട പൊസിഷനെ പറ്റി പറയുന്നത് ലോ ഫൗളേഴ്സ് വിത്ത് നീസ് ഫ്ലെക്സ്ഡ്. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കൂ. നീസ് ഫ്ലെക്സ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും അബ്ഡോമിനൽ മസിലിലേക്കുള്ള ആ ഒരു ടെൻഷൻ കുറയും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നീസ് ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ്, നെവർ അറ്റംപ്റ്റ് ടു പുഷ് ദ ഓർഗൻസ് ബാക്ക് ഇൻസൈഡ്. ഒരിക്കലും നിങ്ങൾ ഈ പുറത്തേക്ക് വന്ന ഇൻഡസ്റ്റൈന് അകത്തേക്ക് പുഷ് ചെയ്യാൻ നോക്കരുത്. ദാറ്റ് വിൽ ലീഡ് ടു ഫർദർ ഡാമേജ്. ഓക്കെ, പിന്നെ ഉടനെ തന്നെ എമർജൻസി സർജറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ പ്രയോറിറ്റി വൈസ് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് തിങ് കവർ ഇറ്റ്, ദെൻ പൊസിഷൻ, ദെൻ ഇമ്മീഡിയറ്റ്ലി സർജറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ലെറ്റ്സ് കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രയോറിറ്റി കവർ ചെയ്യുക. എങ്ങനെ കവർ ചെയ്യണം? ഡ്രൈ ഗോസ് അല്ല, വെറ്റ് ഗോസ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. കവർ ദി എക്സ്പോസ്ഡ് ഓർഗൻസ് with sterile gauze
moisten with warm normal saline and immediately notify the surgeon. അപ്പോൾ ഒരിക്കലും ചെയ്യരുതാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ് ചെയ്യരുതാത്ത കാര്യം? ഒരിക്കലും തിരിച്ച് റീഇൻസേർട്ട് ചെയ്യാൻ നോക്കരുത്. പിന്നെ ഡ്രൈ ഡ്രസ്സിംഗ് അല്ല, വെറ്റ് ഡ്രസ്സിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം? ഹൈ ഫൗളേഴ്സ് അല്ല, നമ്മൾ എന്താ പറഞ്ഞത്? ലോ ഫൗളേഴ്സ് പൊസിഷൻ വിത്ത് നീസ് ഫ്ലെക്സ്ഡ്. അപ്പോൾ ആൻസർ വന്നത് ആൻസർ ബി. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഇനി നമുക്ക് ഈ വൂണ്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്: വിച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് ക്ലൈൻറ്റ് ഈസ് ഇറ്റ് ഗ്രേറ്റസ്റ്റ് റിസ്ക് ഫോർ വൂണ്ടഡ് ഡെഹിസൻസ്? ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ ഡെഹിസൻസ് എന്താണെന്ന്. ആ ഡെഹിസൻസ് ആർക്ക് വരാനാ ചാൻസ് കൂടുതൽ? എ ഹെൽത്തി 24-year-old client after laparoscopic appendectomy, a 72-year-old obese client with diabetes, a client who underwent cataract surgery, and a client with a fractured wrist treated with a cast. See, വൂണ്ട് ഡെഹിസൻസിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൂണ്ട് പ്രോപ്പറായിട്ട് ഹീൽ ആകുന്നില്ല. സോ വൂണ്ട് ഹീലിംഗ് ആർക്കൊക്കെയാണ് പ്രശ്നം വരുന്നത്? അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിൻ്റെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് വെൻ ദർ ഈസ് വൂണ്ട് ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ വൂണ്ട് ഹീലിംഗ് ഡിഫിക്കൽട്ടാണ്. ആൻഡ് അനദർ തിങ് ഈസ് ഒബിസിറ്റി, ഡയബറ്റീസ്, പുവർ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വൂണ്ട് ഹീലിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷനാണ് പ്രോട്ടീൻ, അല്ലേ? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൂണ്ട് ഹീൽ ആവത്തില്ല. ആൻഡ് സിമിലർലി വൈറ്റമിൻ സി. ആൻഡ് അതുപോലെ തന്നെ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് പെർസിസ്റ്റൻറ്റ് കഫിങ്, വോമിറ്റിംഗ് ആൻഡ് ഇഫ് ഹി ഈസ് ട്രെയിനിങ് ഡ്യൂറിങ് ബവൽ മൂവ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴും വൂണ്ട് ഹീലിംഗ് ഡിഫിക്കൽട്ട് ആകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാലോ? സോ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ആർക്കാണ് വൂണ്ട് ഡെഹിസൻസിന് റിസ്ക് കൂടുതലുള്ളത്? സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, 72-year-old obese client with diabetes. സോ ആ ഒരു പോയിന്റും നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വൂണ്ട് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലൈൻറ്റ് ഫോളോയിങ് അബ്ഡോമിനൽ സർജറി. വിച്ച് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് വൂണ്ട് ഡെഹിസൻസ്? വൂണ്ടഡ് ഡെഹിസൻസിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രിവെൻഷൻ ആണ് കേട്ടോ ചോദ്യം. എൻകറേജ് കഫിങ് വിത്തൗട്ട് സപ്പോർട്ടിങ് ദ ഇൻസിഷൻ. കഫ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടൊന്നും കൊടുക്കാതെ കഫ് ചെയ്യാൻ എൻകറേജ് ചെയ്യുക. ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബിയിൽ ഇൻസ്ട്രക്ട് ദ ക്ലൈൻറ്റ് ടു സ്പ്ലിൻറ്റ് ദ ഇൻസിഷൻ വിത്ത് എ പില്ലോ ഡ്യൂറിങ് കഫിങ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഫ് ചെയ്യുമ്പോൾ ഈ ഒരു സർജിക്കൽ സൈറ്റ് ഉണ്ടല്ലോ, അവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് കഫ് ചെയ്യാൻ പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടേക്കുള്ള ആ ഒരു പ്രഷറും സ്ട്രെയിനും ഒക്കെ കുറയും. സ്പ്ലിൻറ്റിങ് വിത്ത് എ പില്ലോ. ഓപ്ഷൻ സി, റെസ്ട്രിക്റ്റ് ഓൾ മൂവ്മെൻറ്റ് അൺടിൽ ഡിസ്ചാർജ്. അത് നല്ലൊരു ഓപ്ഷൻ അല്ല, അല്ലേ? എസ്പെഷ്യലി പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിൽ മൂവ്മെൻറ്റ് കുറവാണെങ്കിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. നിങ്ങൾക്കറിയാം DVTക്ക് റിസ്ക് ഉണ്ട്, അറ്റ്ലക്ടാസിസിനും ഹൈപ്പോസ്റ്റാറ്റിക് ന്യൂമോണിയയ്ക്കും ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അതിപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വിടാം. കീപ് ദ ക്ലൈൻറ്റ് ഇൻ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ കണ്ടിന്യൂസ്ലി. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് എനിക്കറിയാം, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്നും അറിയാം. സോ ഇവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പേഷ്യൻ്റ് കഫ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സർജിക്കൽ സൈറ്റിൽ സപ്പോർട്ട് ചെയ്യണം. സോ ദേ ഹാവ് ടു സപ്പോർട്ട് ദ സൈറ്റ് വിത്ത് എ പില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലാങ്കറ്റ് റാപ്പ് ചെയ്തിട്ടോ ക്ലോത്ത് റാപ്പ് ചെയ്തിട്ടോ ഒക്കെ അവിടെ സപ്പോർട്ട് ചെയ്തിട്ട് കഫ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സൈറ്റിലേക്കുള്ള ടെൻഷനും സ്ട്രെയിനും ഒക്കെ അവോയ്ഡ് ചെയ്യാനും വൂണ്ട് ഡെഹിസൻസ് പോലത്തെ കോംപ്ലിക്കേഷൻസിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ വൂണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത്, എസ്പെഷ്യലി വൂണ്ട് ഡെഹിസൻസ് ആൻഡ് എവിസറേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടു, അതിൻ്റെ മാനേജ്മെൻറ്റ് കണ്ടു, പ്രിവെൻഷൻ കണ്ടു. വൂണ്ട് മാനേജ്മെൻറ്റ് ഇവിടം കൊണ്ട് തീരുന്നില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. എസ്പെഷ്യലി സ്റ്റേജസ് ഓഫ് വൂണ്ട് ഹീലിംഗ്, പിന്നെ വൂണ്ട് ഡിസ്ചാർജ്, കുറേ അധികം പോയിൻറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യു ക്യാൻ ജോയിൻ ഇൻ അവർ ഓൺലൈൻ കോച്ചിങ്. സോ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.